ഗലാത്യർക്കെഴുതിയ ലേഖനം. ഗലാത്യർ അധ്യായം 1. അപ്പൊസ്തലനായ പൗലോസിൽ നിന്നുള്ളത്. അപ്പൊസ്തലനാകാൻ ഞാൻ മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ല, മനുഷ്യരിൽ നിന്നും അയക്കപ്പെട്ടവനുമല്ല. യേശുക്രിസ്തുവും പിതാവായ ദൈവവുമാണ് എന്നെ അപ്പൊസ്തലനാക്കിയെടുത്തത്. ദൈവം ഒരുവനാണ് യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചത്. ക്രിസ്തുവിൽ എന്നോടൊപ്പമുള്ള എല്ലാ സഹോദരങ്ങളിൽ നിന്നും ആശംസകൾ. ഗലാത്യയിലെ സഭകൾക്കുള്ളതാണ് ഇത്. പിതാവായ ദൈവവും കർത്താവായ യേശുക്രിസ്തുവും നിങ്ങൾക്ക് കൃപയും സമാധാനവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്കായി യേശു അവനെ തന്നെ കൊടുത്തു. നാം ജീവിക്കുന്ന ദുഷ്ടലോകത്തിൽ നിന്നും മുക്തരാക്കാനാണ് യേശു ഇത് ചെയ്തത്. അതായിരുന്നു പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടം. മഹത്വം എന്നേക്കും ദൈവത്തിനുള്ളതാകട്ടെ. ആമേൻ. അല്പകാലത്തിനു മുമ്പ് തന്നെ പിന്തുടരുവാൻ ദൈവം നിങ്ങളെ വിളിച്ചു. ക്രിസ്തുവിലൂടെ ആഗതമാകുന്ന അവന്റെ കൃപയിലാണ് അവൻ നിങ്ങളെ വിളിച്ചത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെപ്പറ്റി അത്ഭുതാധീനനാണ്. നിങ്ങൾ നേരത്തെ തന്നെ പിന്തിരിയുകയും വ്യത്യസ്ത സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മറ്റൊരു സത്യസുവിശേഷമില്ല. എന്നാൽ ചിലർ നിങ്ങളെ ആകെ ചിന്താക്കുഴപ്പത്തിലാക്കുകയാണ്. അവർ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് സത്യസുവിശേഷം പറഞ്ഞു. അതിനാൽ ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ നിങ്ങളോട് മറ്റൊരു സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെടും. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും പറയുന്നു. നിങ്ങൾ നേരത്തെ തന്നെ സുവിശേഷം സ്വീകരിച്ചിരുന്നു. രക്ഷ പ്രാപിക്കാനുള്ള മറ്റൊരു മാർഗം ഒരുവൻ പറയുന്നുവെങ്കിൽ അവൻ ശപിക്കപ്പെടും. എന്നെ സ്വീകരിക്കുവാൻ ജനങ്ങളെ ഒരുക്കുകയാണ് ഞാനെന്നാണോ നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത്? അല്ല, ദൈവം ഒരുവനെ മാത്രമാണ് ഞാൻ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഞാൻ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? ഞാൻ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിച്ചു എങ്കിൽ ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസൻ ആകുന്നില്ല. സഹോദരരെ, ഞാൻ നിങ്ങളെ ഉപദേശിച്ച സുവിശേഷം മാനുഷ്യ കൽപ്പിതമല്ല എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മനുഷ്യരിൽ നിന്നല്ല സുവിശേഷം ലഭിച്ചത്. മനുഷ്യരാരും എന്നെ സുവിശേഷം പഠിപ്പിച്ചിട്ടില്ല. യേശുക്രിസ്തു എനിക്കത് നൽകി. ഞാൻ ജനങ്ങളോട് പറയേണ്ട സുവിശേഷം അവൻ എന്നെ കാണിച്ചു. എന്റെ പൂർവ്വ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ യഹൂദ മതത്തിലായിരുന്നു. ദൈവത്തിന്റെ സഭയെ ഞാൻ വളരെയേറെ പീഡിപ്പിച്ചു. ഞാൻ സഭയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ യഹൂദ മതത്തിലെ ഒരു നേതാവായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ പ്രായത്തിലുള്ള മറ്റനേകം യഹൂദരെക്കാൾ മെച്ചമായി പ്രവർത്തിച്ചു. നമ്മുടെ പൂർവികരുടെ പരമ്പരാഗതമായ ചട്ടങ്ങൾ പിന്തുടരാൻ ഞാൻ മറ്റാരേക്കാളും ശ്രമിച്ചു. എന്നാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് എന്നെക്കുറിച്ച് പ്രത്യേകമായ പദ്ധതി ഉണ്ടായിരുന്നു. അതിനാൽ ദൈവം തന്റെ കരുണയാൽ എന്നെ വിളിച്ചു. തന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുവാൻ ദൈവം ആശിച്ചു. അതിനാൽ ദൈവം തന്റെ മകനെക്കുറിച്ച് എന്നെ പഠിപ്പിച്ചു. ദൈവം എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഒരു മനുഷ്യനിൽ നിന്നും സഹായമോ ഉപദേശമോ ലഭിച്ചില്ല. യെരൂശലേമിലുള്ള അപ്പോസ്തലരെ കാണുവാൻ ഞാൻ പോയില്ല. ഞാൻ അപ്പോസ്തലനാകും മുൻപേ അവർ അപ്പോസ്തലന്മാരായിരുന്നു. എന്നാൽ പകരമായി ഞാൻ അറേബ്യയിലേക്ക് പോയി. പിന്നീട് ഞാൻ ദമസ്കോസിലേക്ക് മടങ്ങി. 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ യെരൂശലേമിലേക്ക് പോയി. ഞാൻ പത്രോസിനെ കാണാൻ ആഗ്രഹിച്ചു. ഞാൻ പത്രോസിനൊപ്പം 15 ദിവസം താമസിച്ചു. യേശുവിന്റെ സഹോദരനായ യാക്കോബിനെ ഒഴിച്ച് മറ്റൊരു അപ്പോസ്തലനെയും ഞാൻ കണ്ടില്ല. ഞാൻ എഴുതുന്ന ഈ കാര്യങ്ങൾ പൊളിയല്ലെന്ന് ദൈവത്തിനറിയാം. പിന്നീട് സുറിയ, കിലിക്യ ഭാഗങ്ങളിലേക്ക് പോയി. യഹൂദ്യയിലെ ക്രൈസ്തവ സഭകൾ എന്നെ നേരത്തെ കണ്ടിട്ടില്ല. അവർ എന്നെക്കുറിച്ച് ഇത് കേട്ടിട്ടേ ഉള്ളൂ. ഈ മനുഷ്യൻ നമ്മളെ പീഡിപ്പിക്കുന്നവനാണ്. എന്നാൽ ഒരിക്കൽ ഇവൻ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച അതേ വിശ്വാസം തന്നെ ഇപ്പോൾ ജനങ്ങളോട് പറയുന്നു. ഈ വിശ്വാസികൾ എന്നെ പ്രതി ദൈവത്തെ പുകഴ്ത്തി. ഗലാത്യർ അധ്യായം 2. 15 കൊല്ലത്തിനു ശേഷം ഞാൻ വീണ്ടും യെരൂശലേമിലേക്ക് തിരികെ പോയി.
ഞാൻ ബർന്നബാസിനോടൊപ്പം തീത്തോസിനെയും കൂട്ടിയാണ് പോയത്. ഞാൻ പോകണമെന്ന് ദൈവം കാണിച്ചതുകൊണ്ടാണ് ഞാൻ പോയത്. വിശ്വാസികളുടെ നേതാവായിരുന്നവരുടെ അടുത്ത് ഞാൻ പോയി. ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ആ മനുഷ്യരോട് ഞാൻ ജാതികളോട് പ്രസംഗിക്കുന്ന സുവിശേഷം പറഞ്ഞു. എന്റെ പ്രവൃത്തി പണ്ടത്തെയും ഇപ്പോഴത്തെയും നിഷ്ഫലമാകാതിരിക്കാൻ ഞാൻ പ്രസംഗിക്കുന്നത് അവർ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. തീത്തോസ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ ഒരു യവനനാണ്. എന്നാൽ ഈ നേതാക്കൾ തീത്തോസിനോട് പോലും പരിച്ഛേദന നടത്താൻ നിർബന്ധിച്ചില്ല. ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം ചില കപട സഹോദരന്മാർ ഞങ്ങളുടെ സമൂഹത്തിൽ രഹസ്യമായി പ്രവേശിച്ചിരുന്നു. ക്രിസ്തുവിൽ ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി അറിയുവാൻ അവർ ചാരന്മാരെ പോലെ വന്നു. എന്നാൽ ആ കപട സഹോദരന്മാർക്ക് ആവശ്യമുള്ളത് ഒന്നും ഞങ്ങൾ സമ്മതിച്ചില്ല. സുവിശേഷത്തിന്റെ സത്യം നിങ്ങൾക്കായി തുടരുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. പ്രധാനരെന്ന് കാണപ്പെട്ട ആൾക്കാർ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം മാറ്റിയില്ല. അവർ പ്രധാനരോ അപ്രധാനരോ എന്നത് എനിക്കൊരു കാര്യമല്ല. ദൈവത്തിന് എല്ലാവരും സമന്മാരാണ്. എന്നാൽ ഈ നേതാക്കൾ പത്രോസിനെ പോലെ എനിക്കും ഒരു പ്രത്യേക ജോലി നൽകിയിട്ടുണ്ടെന്ന് കണ്ടു. യഹൂദരോട് സുവിശേഷം അറിയിക്കുവാനുള്ള ജോലി ദൈവം പത്രോസിന് നൽകി. അതുപോലെ ജാതികളോട് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ജോലി ദൈവം എനിക്ക് നൽകി. ഒരു അപ്പോസ്തലനായി പ്രവർത്തിക്കുവാനുള്ള ശക്തി ദൈവം പത്രോസിന് നൽകി. യഹൂദർക്കു വേണ്ടിയുള്ള ഒരു അപ്പോസ്തലനാണ് പത്രോസ്. ദൈവം എനിക്കും ഒരു അപ്പോസ്തലനാകാനുള്ള ശക്തി നൽകി. എന്നാൽ യഹൂദർ അല്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു അപ്പോസ്തലനാണ് ഞാൻ. യാക്കോബും പത്രോസും യോഹന്നാനുമാണ് നേതാക്കളായി കാണപ്പെടുന്നത്. എനിക്കും ഇതിനുള്ള പ്രത്യേക വരം ദൈവം തന്നിട്ടുണ്ടെന്ന് അവർ കണ്ടു. അതിനാൽ അവർ എന്നെയും ബർന്നബാസിനെയും സ്വീകരിച്ചു. ബർന്നബാസേ, പൗലോസേ, നിങ്ങൾ യഹൂദർ അല്ലാത്തവരുടെ അടുക്കിലേക്ക് പോകണമെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ യഹൂദരുടെ അടുത്തേക്ക് പോയിക്കൊള്ളാമെന്ന് പത്രോസും യാക്കോബും യോഹന്നാനും പറഞ്ഞു. ഒരു കാര്യം മാത്രമേ ഞങ്ങളോട് അവർ അഭ്യർത്ഥിച്ചുള്ളൂ: പാവങ്ങളെ സഹായിക്കാൻ ഓർക്കണമെന്ന്. ഇതാണ് ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ചതും. പത്രോസ് അന്ത്യോക്യയിൽ വന്ന് തെറ്റായി ചിലത് ചെയ്തു. അവന് തെറ്റിപ്പോയതുകൊണ്ട് ഞാൻ പത്രോസിനെതിരായിരുന്നു. ഇതാണ് സംഭവിച്ചത്. പത്രോസ് അന്ത്യോക്യയിൽ ആദ്യം വന്നപ്പോൾ ജാതികളോടുകൂടെ അവൻ ഭക്ഷിക്കുകയും ഇടപെടുകയും ചെയ്തു. എന്നാൽ യാക്കോബ് അയച്ച ഏതാനും യഹൂദർ അവിടേക്ക് വന്നപ്പോൾ പത്രോസ് ജാതികളോട് ഒന്നിച്ചുള്ള ഭോജനം നിർത്തി. പത്രോസ് ജാതികളുടെ ഇടയിൽ നിന്നും സ്വയം ഒഴിഞ്ഞുമാറി. എല്ലാ ജാതികളും പരിച്ഛേദന കഴിക്കണം എന്ന് വിശ്വസിക്കുന്ന ആ യഹൂദരെ പത്രോസിന് ഭയമായിരുന്നു. അതിനാൽ പത്രോസ് ഒരു കപടഭക്തിക്കാരനായിരുന്നു. ഇതര യഹൂദ വിശ്വാസികളും പത്രോസിനോടൊപ്പം ചേർന്നു. അതിനാൽ അവരും കപടഭക്തിക്കാരായിരുന്നു. ബർന്നബാസ് പോലും യഹൂദരുടെ ഈ പ്രവൃത്തിയിൽ സ്വാധീനിക്കപ്പെട്ടു. ഈ യഹൂദർ ചെയ്തത് എന്തെന്ന് ഞാൻ കണ്ടു. സുവിശേഷത്തിന്റെ സത്യം അവർ പിന്തുടരുന്നില്ല. എല്ലാ യഹൂദരും കേൾക്കത്തക്ക വിധത്തിൽ ഞാൻ പത്രോസിനോട് പറഞ്ഞു: പത്രോസേ, നീ ഒരു യഹൂദനാണ്, എന്നാൽ ഒരു യഹൂദനെ പോലെ ജീവിക്കുന്നില്ല. നീ ജാതികളിൽ ഒരുവനെ പോലെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ജാതികളെ യഹൂദരെ പോലെ ജീവിക്കാൻ നിർബന്ധിക്കുന്നത് എന്തിന്? നമ്മൾ യഹൂദർ ജാതികളായോ പാപികളായോ അല്ല ജനിച്ചത്. നമ്മൾ യഹൂദരായാണ് ജനിച്ചത്. പക്ഷെ ന്യായപ്രമാണം പിന്തുടർന്നതുകൊണ്ട് ഒരാൾ ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടുകയില്ല എന്ന് നമുക്കറിയാം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഒരുവനെ ദൈവം മുമ്പാകെ നീതീകരിക്കുന്നത്. അതിനാൽ നാമും ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. കാരണം നാം ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടണം. അങ്ങനെ നാം ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെട്ടു. ന്യായപ്രമാണം പാലിച്ചതുകൊണ്ടല്ല, ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ടും മാത്രം. ന്യായപ്രമാണം പാലിക്കുന്നതിനാൽ ഒരുവന് നീതീകരിക്കപ്പെടില്ല. നാം യഹൂദർ ക്രിസ്തുവിലേക്ക് വന്നത് ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടാനാണ്. അതിനാൽ നാമും പാപികളായിരുന്നു എന്ന് വ്യക്തം. ക്രിസ്തു പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിനർത്ഥമുണ്ടോ? തീർച്ചയായുമില്ല. ഞാൻ ഉപേക്ഷിച്ച കാര്യങ്ങൾ വീണ്ടും പഠിപ്പിക്കുവാൻ തുടങ്ങുക വഴി ഞാൻ എന്നെ തന്നെ പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ന്യായപ്രമാണത്തിനു വേണ്ടി ജീവിക്കുന്നത് ഞാൻ നിർത്തി. ന്യായപ്രമാണമാണ് എന്നെ കൊന്നത്. ദൈവത്തിനു വേണ്ടി ജീവിക്കത്തക്കവണ്ണം
ഞാൻ ന്യായപ്രമാണത്തിന് മരിച്ചു. ഞാൻ ക്രിസ്തുവിനൊപ്പം കുരിശിൽ കൊല്ലപ്പെട്ടു. അതിനാൽ ഞാൻ ഈ ജീവിക്കുന്ന ജീവിതം യഥാർത്ഥത്തിൽ എന്റേതല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാൻ ഇപ്പോഴും എന്റെ ശരീരത്തിൽ ജീവിക്കുന്നു എന്ന് വരികിലും വിശ്വാസം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ പുത്രനിൽ ജീവിക്കുന്നു. യേശുവാണ് എന്നെ സ്നേഹിച്ചത്. എന്നെ രക്ഷിക്കാനായി അവൻ സ്വയം നൽകി. ഈ ദാനം ദൈവത്തിൽ നിന്നുള്ളതാണ്. ആ ദാനം ഞാൻ നിരാകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ന്യായപ്രമാണം നമ്മെ ദൈവമുമ്പാകെ നീതീകരിക്കുമായിരുന്നെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കേണ്ടി വരുമായിരുന്നില്ല. ഗലാത്യർ അധ്യായം 3. യേശുക്രിസ്തുവിന്റെ കുരിശിലെ മരണം ഗലാത്യയിലെ ജനങ്ങളോട് വളരെ വ്യക്തമായി പറയപ്പെട്ടതാണ്. എന്നാൽ നിങ്ങൾ വളരെ ഭോഷന്മാരാണ്. നിങ്ങളെ കബളിപ്പിക്കുവാൻ ചിലരെ നിങ്ങൾ അനുവദിച്ചു. ഈ ഒരു കാര്യം എന്നോട് പറയുക. നിങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്? ന്യായപ്രമാണം പാലിച്ചതുകൊണ്ടാണോ ആത്മാവിനെ നിങ്ങൾക്ക് കിട്ടിയത്? അല്ല. സുവിശേഷം കേട്ടതുകൊണ്ടാണോ നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചതും വിശ്വസിച്ചതും? ആത്മാവ് കൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ തുടങ്ങി. ഇപ്പോൾ നിങ്ങളുടെ തന്നെ ശക്തിയാൽ അത് തുടരുവാൻ നിങ്ങൾ ശ്രമിക്കുമെന്നോ? അത് ഭോഷത്വമാണ്. നിങ്ങൾ വളരെ അനുഭവിച്ചതാണ്. ആ അനുഭവങ്ങൾ അത്രയും ഫലശൂന്യമാക്കണമെന്നോ? അത് വ്യർത്ഥമാക്കപ്പെടുകയില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ന്യായപ്രമാണം പിന്തുടർന്നതുകൊണ്ടാണോ ദൈവം ആത്മാവിനെ തന്നത്? അല്ല. നിങ്ങൾ ന്യായപ്രമാണം പിന്തുടർന്നതുകൊണ്ടാണോ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്? അല്ല. നിങ്ങൾ സുവിശേഷം കേട്ട് വിശ്വസിച്ചതുകൊണ്ട് ദൈവം അവന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരികയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. അതേ കാര്യങ്ങളാണ് അബ്രഹാമിനെ കുറിച്ച് തിരുവെഴുത്തുകളിൽ പറയുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ സ്വീകരിച്ചു. അത് അബ്രഹാമിനെ ദൈവമുമ്പാകെ നീതീകരിച്ചു. അതിനാൽ വിശ്വാസമുള്ള ആൾക്കാരാണ് അബ്രഹാമിന്റെ യഥാർത്ഥ മക്കൾ. ഭാവിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് തിരുവെഴുത്തുകൾ പറയുന്നു. ദൈവം ജാതികളെ അവരുടെ വിശ്വാസം വഴി നീതീകരിക്കും എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഈ സുവിശേഷം തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ അബ്രഹാമിനോട് നേരത്തെ പറഞ്ഞിരുന്നു. അബ്രഹാമേ, ഭൂമിയിലെ എല്ലാ ജനതയെയും അനുഗ്രഹിക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. അബ്രഹാം അത് വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ചതുകൊണ്ട് അനുഗ്രഹീതനായി. അത് തന്നെയാണ് ഇന്നും. വിശ്വസിക്കുന്ന എല്ലാവരും അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അനുഗ്രഹീതരാകും. എന്നാൽ ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടുന്നതിന് ന്യായപ്രമാണം പിന്തുടരുന്നവർ ഒരു ശാപത്തിന് കീഴിലാണ്. എന്തുകൊണ്ടെന്നാൽ തിരുവെഴുത്തുകൾ പറയുന്നു, ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരു വ്യക്തി ചെയ്യണം. അവൻ എപ്പോഴും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ ഒരു ശാപത്തിന് കീഴിലാണ്. അതിനാൽ ഒരു വ്യക്തിയും ന്യായപ്രമാണം മൂലം ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടില്ല എന്ന് വ്യക്തമാണ്. വിശ്വാസം കൊണ്ട് ദൈവസമക്ഷം നീതീകരിക്കപ്പെട്ടവൻ നിത്യം ജീവിക്കും എന്ന് തിരുവെഴുത്തുകൾ പറയുന്നു. ന്യായപ്രമാണവും വിശ്വാസവും ഒന്നല്ല. അത് മറ്റൊരു പാതയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ന്യായപ്രമാണം പറയുന്നു, ന്യായപ്രമാണ അനുഷ്ഠാനത്താൽ ജീവൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവൻ ന്യായപ്രമാണം പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ന്യായപ്രമാണം ഒരു ശാപം നമ്മിലേക്കിട്ടു. എന്നാൽ ക്രിസ്തു നമുക്കായി സ്വയം ആ ശാപത്തിന് വിധേയനായി. അതിനാൽ അവൻ ആ ശാപം നമ്മിൽ നിന്നും എടുത്തുമാറ്റി. ഒരുവന്റെ ശരീരം മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്നെങ്കിൽ ആ വ്യക്തി ഒരു ശാപത്തിന് കീഴിലാണ് എന്ന് തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവം അബ്രഹാമിന് വാക്കു കൊടുത്തതുപോലെ ദൈവാനുഗ്രഹം കിട്ടത്തക്ക വിധം ക്രിസ്തു എല്ലാം ചെയ്തു. അനുഗ്രഹം ക്രിസ്തു വഴിയാണ് വരുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടി. വിശ്വസിക്കുന്നത് വഴി ഈ വാഗ്ദാനം നമുക്ക് ലഭിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ഈ ഒരു ഉദാഹരണം നൽകുവാൻ എന്നെ അനുവദിക്കുക. ഒരുവൻ മറ്റൊരുവനുമായി നടത്തുന്ന നിയമത്തെക്കുറിച്ച് വിചാരിക്കുക. ആ നിയമം ഔദ്യോഗികമായി അംഗീകരിച്ച ശേഷം
യാതൊരുവനും ആ നിയമത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ സാധ്യമല്ല. ദൈവം അബ്രഹാമിനോടും അവന്റെ സന്തതിയോടും വാഗ്ദാനം ചെയ്തു. നിന്റെ സന്തതികളോടും എന്ന് ദൈവം പറഞ്ഞില്ല. അത് അനേകം പേരെ അർത്ഥമാക്കും. എന്നാൽ ദൈവം പറഞ്ഞത് എന്തെന്നാൽ നിന്റെ സന്തതിയോടും എന്നാണ്. ഇത് ഒരു വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. അത് ക്രിസ്തുവാണ്. ഇതാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ന്യായപ്രമാണം പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിന് വളരെ മുമ്പേ ദൈവം അബ്രഹാമിന് വാഗ്ദാനം നൽകി. 430 വർഷങ്ങൾക്ക് ശേഷമാണ് ന്യായപ്രമാണം വന്നത്. അതിനാൽ ന്യായപ്രമാണത്തിന് ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം ലംഘിക്കുവാനോ നിയമം റദ്ദു ചെയ്യാനോ സാധ്യമല്ല. ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ന്യായപ്രമാണം പിന്തുടരുക വഴി നേടാൻ കഴിയുമോ? ഇല്ല. ന്യായപ്രമാണ അനുസരണത്താൽ അക്കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനം അത് നമുക്ക് തരില്ല. എന്നാൽ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തിലൂടെ തന്റെ അനുഗ്രഹങ്ങൾ തടസ്സമേതുമില്ലാതെ ദയാപൂർവം കൊടുത്തു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ന്യായപ്രമാണം? ജനങ്ങൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ വെളിവാക്കുവാനാണ് ന്യായപ്രമാണം. അബ്രഹാമിന്റെ പ്രത്യേക പിന്തുടർച്ച അവകാശി വന്നതുവരെ ന്യായപ്രമാണം തുടർന്നു. ഈ പിന്തുടർച്ചാവകാശിയെ പറ്റിയാണ് ദൈവത്തിന്റെ വാഗ്ദാനം. ദൂതന്മാർ വഴിയാണ് ന്യായപ്രമാണം നൽകപ്പെട്ടത്. ന്യായപ്രമാണം മനുഷ്യർക്ക് കൈമാറാൻ ദൂതന്മാർ മോശയെ ഇടനിലക്കാരനാക്കി. എന്നാൽ ദൈവം ഒരുവനേ ഉള്ളൂ എന്നതുകൊണ്ടും ഒരു ഭാഗമേ ഉള്ളതെന്ന് വരുമ്പോഴും ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കെതിരാണ് ഈ ന്യായപ്രമാണം എന്ന് ഇത് അർത്ഥമാക്കുന്നുണ്ടോ? ഇല്ല. ജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടെന്ന് വരികിൽ നാം ആ ന്യായപ്രമാണം വഴി ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെട്ടേനെ. എന്നാൽ ഇത് ശരിയല്ല. കാരണം സർവരും പാപത്താൽ ബന്ധനത്തിലാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് തിരുവെഴുത്തുകൾ പറയുന്നത്. എന്താണ് തിരുവെഴുത്തുകൾ ഇങ്ങനെ പറയുന്നത്? വിശ്വാസം വഴി വാഗ്ദാനം നൽകപ്പെടുന്നത് കൊണ്ടാണത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് വാഗ്ദാനം നൽകിയത്. ഈ വിശ്വാസം വരുന്നതിന് മുമ്പേ നാം എല്ലാവരും ന്യായപ്രമാണം മൂലം തടവുകാരാക്കപ്പെട്ടിരിക്കുകയായിരുന്നു. വന്നുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ വീഥി ദൈവം നമ്മെ കാണിക്കും വരെ നമുക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. അപ്പോൾ ക്രിസ്തു വരുന്നിടം വരെ ന്യായപ്രമാണമായിരുന്നു നമ്മുടെ രക്ഷിതാവ്. ക്രിസ്തു വന്നതിനു ശേഷം നമുക്ക് വിശ്വാസം വഴി ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടാൻ കഴിയും. ഇപ്പോൾ വിശ്വാസത്തിന്റെ വഴി ആഗതമായിരിക്കുന്നു. അതിനാൽ നാം നിയമത്തിന്റെ കീഴിൽ ജീവിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ജ്ഞാനസ്നാനം ഏറ്റിരിക്കുന്നു. അതിനാൽ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാം ദൈവമക്കളാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇപ്പോൾ ക്രിസ്തുവിൽ യഹൂദനും യവനനും തമ്മിൽ വ്യത്യാസമില്ല. അടിമകളും സ്വതന്ത്രനും തമ്മിൽ വ്യത്യാസമില്ല. പുരുഷനും സ്ത്രീയും തമ്മിൽ വേർതിരിവില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. അതിനാൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും കിട്ടിയത്. ഗലാത്യർ അധ്യായം 4. നിങ്ങളോട് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. അനന്തരാവകാശി ഒരു കുട്ടിയായിരിക്കെ ഒരടിമയിൽ നിന്നും അവന് ഒരു വ്യത്യാസവുമില്ല. അനന്തരാവകാശി എല്ലാ ഉടമസ്ഥാവകാശവും വഹിക്കുന്നു എന്നത് പ്രശ്നമല്ല. എന്തുകൊണ്ടെന്നാൽ അവൻ കുട്ടിയായിരിക്കെ അവനെ സംരക്ഷിക്കുന്ന എല്ലാവരെയും അവൻ അനുസരിക്കേണ്ടതുണ്ട്. എന്നാൽ പിതാവ് നിശ്ചയിച്ച പ്രായമാകുമ്പോൾ അവൻ സ്വതന്ത്രനാകും. അത് തന്നെയാണ് നമ്മുടെയും സ്ഥിതി. നാമും ഒരിക്കൽ കുട്ടികളെ പോലെയായിരുന്നു. ഈ ലോകത്തിന്റെ നിരുപയോഗമായ നിയമങ്ങളുടെ അടിമകളായിരുന്നു നാം. എന്നാൽ ശരിയായ സമയം ആഗതമായപ്പോൾ ദൈവം അവന്റെ പുത്രനെ അയച്ചു. ദൈവപുത്രൻ ഒരു സ്ത്രീയിൽ നിന്നും ജനിച്ചു. ദൈവപുത്രൻ ന്യായപ്രമാണത്തിന് വിധേയനായി ജീവിച്ചു. ന്യായപ്രമാണത്തിന് അധീനരായിരുന്ന ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വാങ്ങുവാൻ തക്ക വിധമാണ് ദൈവം ഇത് ചെയ്തത്. നമ്മെ അവന്റെ മക്കളാക്കുകയായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശ്യം. നിങ്ങൾ ദൈവമക്കളാണ്.
അതിനാലാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവം തന്റെ പുത്രന്റെ ആത്മാവിനെ അയച്ചത്. ആത്മാവ് കേണു വിളിക്കുന്നു, അപ്പാ, പ്രിയ പിതാവേ. അതിനാൽ ഇനിമേൽ നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ മക്കളാകുന്നു. താൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ദൈവം നിനക്ക് തരും. കാരണം നീ അവന്റെ കുട്ടിയാണ്. പണ്ട് നിങ്ങൾക്ക് ദൈവത്തെ അറിയുകയില്ലായിരുന്നു. യഥാർത്ഥമല്ലാത്ത ദൈവങ്ങൾക്ക് നിങ്ങൾ അടിമകളായിരുന്നു. എന്നാൽ യഥാർത്ഥ ദൈവത്തെ നിങ്ങൾ ഇപ്പോൾ അറിയുന്നു. സത്യത്തിൽ ദൈവത്തിനാണ് നിങ്ങളെ അറിയാവുന്നത്. അതിനാൽ മുമ്പ് പിന്തുടർന്നിരുന്ന ദുർബലവും ഉപയോഗയോഗ്യവുമല്ലാത്ത ആ ചട്ടങ്ങളിലേക്ക് നിങ്ങൾ എന്തിനു മടങ്ങണം? വീണ്ടും നിങ്ങൾക്ക് ആ കാര്യങ്ങളുടെ അടിമയാകണോ? പ്രത്യേക ദിവസങ്ങളെക്കുറിച്ചും മാസങ്ങളെക്കുറിച്ചും പ്രത്യേക സന്ദർഭങ്ങളെക്കുറിച്ചും വർഷങ്ങളെക്കുറിച്ചും ന്യായപ്രമാണം ഉപദേശിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നു. ഞാൻ നിങ്ങൾക്കു വേണ്ടി ഭയക്കുന്നു. നിങ്ങൾക്കു വേണ്ടിയുള്ള എന്റെ പ്രയത്നം വ്യർത്ഥമാകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. സഹോദരരെ, ഞാനും ഒരിക്കൽ നിങ്ങളെപ്പോലെയായിരുന്നു. അതിനാൽ നിങ്ങളും എന്നെ പോലെയാകുക. നേരത്തെ നിങ്ങൾ എനിക്ക് വളരെ നല്ലവരായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ആദ്യ തവണ നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. കാരണം ഞാൻ രോഗിയായിരുന്നു. ഞാൻ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചപ്പോഴായിരുന്നു അത്. എന്റെ രോഗം നിങ്ങൾക്കൊരു വലിയ ഭാരമായിരുന്നിരിക്കാം. എന്നാൽ എന്നോട് നിങ്ങൾ ഒരു വെറുപ്പും കാണിച്ചില്ല. നിങ്ങൾ എന്നെ തിരസ്കരിച്ചില്ല. ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂതനെ എന്നവണ്ണമാണ് നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്തത്. ഞാൻ യേശുക്രിസ്തു എന്ന പോലെയാണ് നിങ്ങൾ എന്നെ സ്വീകരിച്ചത്. അപ്പോൾ നിങ്ങൾ വളരെ സന്തുഷ്ടരായിരുന്നു. എവിടെ പോയി ആ സന്തോഷം? എന്നെ സഹായിക്കാൻ സാധ്യമായതൊക്കെയും നിങ്ങൾ ചെയ്തത് ഞാൻ ഓർക്കുന്നു. കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് എനിക്ക് തന്നേനെ. എന്നാൽ ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി എന്നാണോ? നിങ്ങളെ പ്രേരിപ്പിക്കാൻ അവർ കഠിന യത്നം നടത്തുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങളെ സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളെ ഞങ്ങൾക്കെതിരാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അവരെയല്ലാതെ മറ്റാരെയും പിന്തുടരാതിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ആൾക്കാരുടെ ലക്ഷ്യം നല്ലതാണെങ്കിലേ അവർക്ക് നിങ്ങളിലുള്ള താല്പര്യവും നന്നാകൂ. ഇത് എല്ലായ്പ്പോഴും ശരിയാണ്. ഞാൻ നിങ്ങളുടെ ഒപ്പം ഉള്ളപ്പോഴും അകലെ ആയിരിക്കുമ്പോഴും ഇത് ശരിയാണ്. എന്റെ കുഞ്ഞുങ്ങളെ, ഒരമ്മയുടെ പ്രസവവേദന പോലെ എനിക്ക് നിങ്ങളെക്കുറിച്ച് വേദന തോന്നുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആകും വരെ എനിക്കിത് അനുഭവപ്പെടും. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് കൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്റെ സംസാര രീതിയും മാറ്റാമെന്ന് തോന്നുന്നു. നിങ്ങൾക്കു വേണ്ടി എന്തു ചെയ്യണമെന്ന് ഇപ്പോൾ എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളിൽ ചിലർ ഇപ്പോഴും മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിലാകാൻ ആഗ്രഹിക്കുന്നു. എന്നോട് പറയൂ, ന്യായപ്രമാണം എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? തിരുവെഴുത്തുകൾ പറയുന്നു, അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നെന്ന്. ഒരു പുത്രന്റെ അമ്മ അടിമയായിരുന്നു, മറ്റവളോ സ്വതന്ത്രയുമായിരുന്നു. അടിമ സ്ത്രീയിൽ നിന്നുള്ള അബ്രഹാമിന്റെ പുത്രൻ പ്രകൃത രീതിയായാണ് ജനിച്ചത്. എന്നാൽ സ്വതന്ത്രയായവളിൽ നിന്നുള്ള പുത്രനോ അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരവും. ഈ സത്യകഥ ഒരു ചരിത്രം നമുക്ക് തരുന്നു. ഈ 2 സ്ത്രീകളും ദൈവവും മനുഷ്യനും തമ്മിലുള്ള 2 നിയമങ്ങളെ പോലെയാണ്. സീനായ് മലയിൽ വെച്ച് ദൈവം ചമച്ചു നൽകിയ ന്യായപ്രമാണമാണ് ഒന്ന്. ഈ നിയമത്തിന് കീഴുള്ളവർ അടിമകളെ പോലെയാണ്. ഹാഗാർ ഈ നിയമം പോലെയാണ്. അതിനാൽ അറേബ്യയിലെ സീനായ് മല പോലെയാണ് ഹാഗാർ. അവൾ ലൗകിക നഗരമായ യെരൂശലേമിന്റെ ചിത്രമാണ്. ഇതൊരു അടിമ നഗരവും അതിലെ നിവാസികൾ അടിമകളുമാണ്. എന്നാൽ സ്വർഗീയ യെരൂശലേം സ്വതന്ത്രയായ ഒരു സ്ത്രീയെപ്പോലെയാണ്. അത് നമ്മുടെ അമ്മയാണ്. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ പറയുന്നു, മക്കളില്ലാത്ത സ്ത്രീ സന്തോഷവതിയാകട്ടെ. ജന്മം നൽകാത്ത അവൾ സന്തോഷത്താൽ ആർത്തുഘോഷിക്കട്ടെ. കാരണം നിങ്ങൾ ഒരിക്കലും ഈറ്റുനോവ് അനുഭവിച്ചിട്ടില്ല. ഭർത്താവുള്ളവളേക്കാൾ ഏകാകിനിയായവൾ കൂടുതൽ കുഞ്ഞുങ്ങളുള്ളവളാകും. അബ്രഹാമിന്റെ ഒരു പുത്രൻ പ്രകൃത രീതിയായാണ് ജനിച്ചത്. എന്നാൽ അബ്രഹാമിന്റെ ഇതര മകൻ ദൈവവാഗ്ദാനം കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ജനിച്ചത്. എന്റെ സഹോദരീ സഹോദരന്മാരെ, അന്ന് ഇസ്ഹാക്ക് ആയിരുന്നതുപോലെ നിങ്ങളും
വാഗ്ദാനത്തിന്റെ സന്തതികളാണ്. പ്രകൃതരീത്യ ജനിച്ചവൻ വാഗ്ദത്ത പുത്രനെ പീഡിപ്പിച്ചു. ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നാൽ തിരുവെഴുത്തുകൾ എന്താണ് പറയുന്നത്? അടിമ സ്ത്രീയെയും അവളുടെ സന്തതിയെയും പുറത്താക്കുക. സ്വതന്ത്ര സ്ത്രീയുടെ മകൻ തന്റെ അപ്പനുള്ളതെല്ലാം ലഭിക്കുന്നു, എന്നാൽ അടിമ സ്ത്രീയുടെ മകന് ഒന്നും ലഭിക്കില്ല. അതിനാൽ സഹോദരീ സഹോദരന്മാരെ, നമ്മൾ അടിമ സ്ത്രീയുടെ മക്കളല്ല, നമ്മൾ സ്വതന്ത്ര സ്ത്രീയുടെ മക്കളാണ്. ഗലാത്യർ അധ്യായം 5. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിലേക്ക് തിരികെ പോയി മാറ്റം സംഭവിക്കാതിരിക്കാൻ ഉറച്ചു നിൽക്കുക. ശ്രദ്ധിക്കൂ, പൗലോസായ ഞാൻ പറയുന്നു, പരിച്ഛേദന ഏറ്റവരായി ന്യായപ്രമാണത്തിലേക്ക് നിങ്ങൾ തിരിച്ചുപോയാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. വീണ്ടും ഞാൻ ഓരോരുത്തരെയും താക്കീത് ചെയ്യട്ടെ. നിങ്ങൾ സ്വയം പരിച്ഛേദനയ്ക്ക് സമ്മതിക്കുകയാണെങ്കിൽ ന്യായപ്രമാണം പൂർണ്ണമായും നിങ്ങൾ അനുസരിക്കണം. ന്യായപ്രമാണം വഴി ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയും ദൈവകരുണയെ ത്യജിക്കുകയും ചെയ്തു. എന്നാൽ വിശ്വാസം വഴി ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടാമെന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പ്രതീക്ഷിച്ചുകൊണ്ട് നാം കാത്തിരിക്കുന്നു. ഒരുവൻ യേശുക്രിസ്തുവിലായിരിക്കുമ്പോൾ അവൻ പരിച്ഛേദനയേറ്റവനോ അഗ്രചർമ്മിയോ എന്നത് അപ്രധാനമാണ്. സ്നേഹത്തിലൂടെ വർത്തിക്കുന്ന വിശ്വാസമാണ് അതിപ്രധാനം. സത്യമനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു നല്ല ഓട്ടം ഓടുകയാണ്. സത്യപാത പിന്തുടരുന്നത് നിർത്തുവാൻ ആരാണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്? ആ പ്രേരണ നിങ്ങളെ വിളിച്ചവനിൽ നിന്നുള്ളതല്ല. സൂക്ഷിക്കുക, അല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. കുഴയ്ക്കുന്ന ആശയങ്ങളുമായി വരുന്നവരുടെ ആശയങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുകയില്ലെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. അത്തരക്കാരൻ ആര് തന്നെയായാലും ശിക്ഷിക്കപ്പെടും. എന്റെ സഹോദരരെ, പരിച്ഛേദന ഏൽക്കണമെന്ന് ഞാൻ ആരെയും പഠിപ്പിക്കുന്നില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഞാൻ എന്തിനു പീഡിപ്പിക്കപ്പെടണം? പരിച്ഛേദന ഏൽക്കണമെന്ന് ഞാൻ പഠിപ്പിക്കുകയായിരുന്നെങ്കിൽ കുരിശിനെ പറ്റിയുള്ള എന്റെ പ്രസംഗം പ്രശ്നകരമാവില്ലായിരുന്നു. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ആൾക്കാർ പരിച്ഛേദനയുടെ കൂടെ അംഗച്ഛേദവും കൂടെ കൂട്ടിയെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എന്റെ സഹോദരരെ, സ്വതന്ത്രരാകാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ പാപം നിറഞ്ഞ സ്വയത്തെ പ്രീതിപ്പെടുത്താൻ ആ സ്വാതന്ത്ര്യത്തെ ഒരു ഒഴിവ് കഴിവായി ഉപയോഗിക്കുന്നതിനു പകരം സ്നേഹത്തോടുകൂടെ പരസ്പരം ശുശ്രൂഷ ചെയ്യുക. നിന്നെപ്പോലെ തന്നെ അന്യരെയും സ്നേഹിക്കുക എന്നതിൽ മുഴുവൻ ന്യായപ്രമാണവും പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പരസ്പരം വ്രണപ്പെടുത്തുകയും പോരാടുകയും ചെയ്യുകയാണെങ്കിൽ സൂക്ഷിക്കുക, നിങ്ങൾ പരസ്പരം പൂർണ്ണമായും നശിപ്പിക്കും. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിനെ പിന്തുടർന്ന് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാപം നിറഞ്ഞ സ്വയം ആഗ്രഹിക്കുന്ന ദുഷ്കാര്യങ്ങൾ നിങ്ങൾ ചെയ്യില്ല. നമ്മുടെ പാപം നിറഞ്ഞ സ്വയം ആഗ്രഹിക്കുന്നവ ആത്മാവിനും, ആത്മാവ് ആഗ്രഹിക്കുന്നവ പാപം നിറഞ്ഞ സ്വയത്തിനും എതിരാണ്. അവ പരസ്പര വിരുദ്ധമാണ്. അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങളെ നയിക്കുവാൻ ആത്മാവിനെ അനുവദിക്കുമെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് വിധേയരല്ല. ലൈംഗികമായ അസന്മാർഗികത്വം, ശുദ്ധിയില്ലായ്മ, അപമര്യാദയായ പെരുമാറ്റം, വ്യാജ ദൈവങ്ങളെ ആരാധിക്കുക, മന്ത്രവാദം നടത്തുക, വെറുക്കുക, പ്രശ്നങ്ങളുണ്ടാക്കുക, അസൂയാലുക്കളാകുക, വളരെ കോപിഷ്ഠരാകുക, തൻ കാര്യം നോക്കുന്നവരാകുക, പരസ്പരം കുഴപ്പം സൃഷ്ടിക്കുക, വിഭാഗീയത വളർത്തുക, മദ്യപന്മാരാകുക, സംസ്കാരരഹിതമായ ആഘോഷങ്ങൾ നടത്തുക, ഇതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നിവയാണ് നമ്മുടെ പാപം നിറഞ്ഞ സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വ്യക്തം. ഇപ്പോഴത്തെ പോലെ പണ്ടും ഞാൻ നിങ്ങളെ താക്കീത് ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ ചെയ്യുന്നവർ ദൈവരാജ്യത്തിൽ കാണുകയില്ല. എന്നാൽ ഒരു ന്യായപ്രമാണവും തെറ്റെന്ന് പറയാത്ത സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മനിയന്ത്രണവുമാണ് ആത്മാവ് നൽകുന്നത്.
ക്രിസ്തു യേശുവിനുള്ളവർ അവരുടെ പഴയ സ്വാർത്ഥ വിചാരങ്ങളും ചെയ്യുവാൻ ആഗ്രഹിച്ച ദുഷ്കർമ്മങ്ങളും ത്യജിച്ച് അവരുടെ പാപം നിറഞ്ഞ സ്വയത്തെ കുരിശിൽ തറച്ചു കൊന്നു. നമുക്ക് നമ്മുടെ പുതുജീവിതം ഈ ഘട്ടം മുതൽ ഉണ്ടായതിനാൽ നാം ആത്മാവുമായി രഞ്ജിപ്പോടെ ജീവിക്കണം. നാം ഗർവിഷ്ഠരാകാതിരിക്കുകയും മറ്റൊരാളെ ശുണ്ഠി പിടിപ്പിക്കാതിരിക്കുകയും അസൂയപ്പെടാതിരിക്കുകയും ചെയ്യണം. ഗലാത്യർ അധ്യായം 6. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ പാപം ചെയ്യുന്നു എന്ന് വരികിൽ നിങ്ങളിൽ ആത്മീയത ഉള്ളവൻ അവന്റെ അടുത്തു പോകുകയും സൗമ്യതയോടെ ശരിയിലേക്ക് കൊണ്ടുവരാൻ സ്വയം പ്രലോഭിതരാകാതെ സൂക്ഷിച്ച് അവനെ സഹായിക്കുകയും വേണം. പ്രശ്നങ്ങളിൽ പരസ്പരം സഹായിച്ച് യഥാർത്ഥമായും ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കുക. അപ്രധാനിയായ ഒരുവൻ സ്വയം പ്രധാനിയെന്ന് കരുതുന്നുവെങ്കിൽ അവൻ സ്വയം വിഡ്ഢിയാകുന്നു. ഒരു വ്യക്തി തന്നെ അന്യനുമായി താരതമ്യപ്പെടുത്താതെ സ്വകർമ്മങ്ങളെ വിധിക്കട്ടെ. അതിൽ അവന് സ്വയം അഭിമാനിക്കാം. ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ദൈവിക ഉപദേശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ തനിക്കുള്ള നല്ല വസ്തുക്കളൊക്കെയും അധ്യാപകനുമായി പങ്കുവയ്ക്കണം. ദൈവത്തെ വഞ്ചിക്കാൻ കഴിയുമെന്ന് കരുതുന്ന വിഡ്ഢിത്തം അരുത്. ഒരുവൻ വിതച്ചതേ കൊയ്യൂ. ഒരുവൻ തന്റെ പാപം നിറഞ്ഞ സ്വയത്തെ തൃപ്തിപ്പെടുത്താനുള്ളതാണ് നടുന്നതെങ്കിൽ അത് അവന് നിത്യമരണം കൊണ്ടുവരും. എന്നാൽ ഒരുവൻ ആത്മാവിനെ പ്രീതിപ്പെടുത്താനാണ് നടുന്നതെങ്കിൽ അതവന് നിത്യജീവനെ ആത്മാവിൽ നിന്ന് കൊണ്ടുതരും. നാം നന്മ ചെയ്ത് തളരരുത്. നാം ശ്രമം ഉപേക്ഷിക്കരുത്. നമ്മൾ നല്ല കൃത്യങ്ങൾ തുടർന്നാൽ നിത്യജീവന്റെ കതിർമണികൾ കൃത്യസമയത്ത് നമുക്ക് ലഭിക്കും. അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും നന്മ ചെയ്യണം, വിശേഷിച്ചും വിശ്വാസികളുടെ കുടുംബത്തിൽപ്പെട്ടവരോടും. ഞാൻ ഇത് സ്വയം എഴുതുകയാണ്. എത്ര വലിയ അക്ഷരങ്ങളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടാലും. ക്രിസ്തുവിന്റെ കുരിശിനെ പിന്തുടർന്നാൽ പീഡിപ്പിക്കപ്പെടുമെന്ന് കരുതുന്നവർ യഹൂദരാൽ സ്വീകരിക്കപ്പെടത്തക്ക വിധം പരിച്ഛേദന ഏൽക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. യഹൂദരാൽ സ്വീകരിക്കപ്പെടാനാണ് അവരിത് ചെയ്യുന്നത്. പരിച്ഛേദന ഏറ്റവർ തന്നെ ന്യായപ്രമാണം അനുസരിക്കുന്നില്ല. എന്നാൽ നിങ്ങളെ പ്രേരിപ്പിച്ചതിനെ പറ്റി പറഞ്ഞു മതിക്കാൻ നിങ്ങൾ പരിച്ഛേദന ഏൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഞാൻ അത്തരം കാര്യങ്ങളെപ്പറ്റി പുകഴ്ത്തി പറകയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ പുകഴ്ത്തലിന് നിദാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ ലോകം എനിക്ക് ക്രൂശിതമായി. കൂടാതെ ഞാൻ ലോകത്തിന് മരിക്കുകയും ചെയ്തു. പുതിയൊരു ജനത ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് പരിച്ഛേദന ഏറ്റവനോ അഗ്രചർമ്മിയോ എന്നതിനേക്കാൾ പ്രധാനം. ഈ നിയമം പാലിക്കുന്ന എല്ലാവർക്കും, എല്ലാ ദൈവമക്കൾക്കും സമാധാനവും കരുണയും ലഭിക്കും. അതിനാൽ ഇനിയും എനിക്ക് ആരും കൂടുതൽ പ്രശ്നങ്ങൾ നൽകാതിരിക്കട്ടെ. എന്റെ ശരീരത്തിലുള്ള ഈ മുറിപ്പാടുകൾ ഞാൻ യേശുക്രിസ്തുവിൻ്റെതാണെന്ന് കാണിക്കുന്നു. എന്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.